അങ്കമാലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ദാ ഈ സീനായിരിക്കും അല്ലേ? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞ്? പ്രധാനമന്ത്രി. പക്ഷെ അങ്കമാലിയിലെ ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദാ ഈ പച്ചമുളകിൻ്റെ എരിവും പച്ചമാങ്ങയുടെ പുളിയും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരമുള്ള അങ്കമാലി സ്പെഷ്യൽ മാംഗോ കറിയാണ്, മാങ്ങാക്കറി. ഓക്കെ, ഇതൊരു തവണ നിങ്ങൾ കഴിച്ചാണ്ടല്ലോ പിന്നെ നിങ്ങൾ പറയും മച്ചാനത് പോരളിയ. അപ്പോൾ ഈ അങ്കമാലി മാങ്ങാക്കറി നമ്മുടെ വീണാസ് കറി വേൾഡ് വീണ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസ് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ 2 വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല, പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം സവോളയാണ്. ചെറിയ ഉള്ളി എൻ്റെ അടുത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോളയാണ് എടുക്കുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ കേട്ടോ. ബാക്കി വേണ്ടത് പച്ചമാങ്ങ, അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ എടുത്തിരിക്കുന്നത് സവോളയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്, ടേസ്റ്റും അത് തന്നെയാണ്. അപ്പം ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്ക് ബേസിക്കലി ആവശ്യമുള്ളത് ഈ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പച്ചമാങ്ങ നമുക്ക് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കാം. ഓക്കെ, പുരട്ടി വെക്കാമെന്ന് പറയും. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് എല്ലാം തിരുമ്മി മസാലയൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല നാടൻ ടച്ചുള്ള ഒരു കറി മേക്കിംഗ് ആണ്. അപ്പോൾ കൈ കൊണ്ട് തൊടാനൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്പൂണൊക്കെ ഉപയോഗിച്ചോളൂ. ഞാൻ എന്തായാലും കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ ദാ തിരുമ്മി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത ചേരുവകൾ, അതായത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും, ഇതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മണം. മാങ്ങ നമ്മൾ പുരട്ടി വെക്കുകയാണ് ചെയ്തത് മസാലകളൊക്കെ. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് തിരുമ്മി വയ്ക്കുക, അപ്പോൾ ഉടച്ച് വയ്ക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് സംഭവം. അങ്ങനെ ഉടച്ച് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനകത്ത് നന്നായിട്ട് ഈ മസാലകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കും, ഉപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കുറച്ച് നേരം എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ മാങ്ങയും ഈ പറഞ്ഞ ഉള്ളിയുടെ ഒക്കെ മിക്സും നമുക്ക് മാറ്റി വയ്ക്കണം തിരുമ്മിയിട്ട്. അപ്പോഴാണത് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പിടിക്കുക. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്, പിന്നെ അതാ മാങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നാളികേരം ഉടയ്ക്കാം. നാളികേരപ്പാൽ ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ്, ഒരു മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തതെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മുടെ ഈ മാങ്ങയും പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ മുളകും ഇതൊക്കെ പുരട്ടി വെച്ചിട്ടില്ലേ, അത് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇടുക. അപ്പോൾ വീണ ചേച്ചിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കണ്ടത് ഈ ഉള്ളിയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആദ്യം തിളപ്പിച്ചതിന് ശേഷം വേവിച്ചതിന് ശേഷമാണ് മാങ്ങ വേവിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നി കുറച്ചും കൂടി എല്ലാവർക്കും നന്നായിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുള്ള കൂട്ടാനൊക്കെയാണ് ഇഷ്ടം. പിന്നെ അതുമല്ല ഇത് ഒരുമിച്ചിടുകയാണ് കുറച്ചുകൂടി എളുപ്പവും ടേസ്റ്റും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ധാരണ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ഇടുക. പിന്നെ രണ്ടാം പാലാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. രണ്ടാം പാലെന്ന് പറയുമ്പോൾ ആദ്യത്തെ പാലെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാലുണ്ടല്ലോ, അത് ഞാൻ ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, ഇത് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായോ? ഞാൻ ലൈക്ക്
സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ലോ ഫ്ലെയിമിൽ വെച്ചത് നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ 1 പാല് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ലോണം വെട്ടിത്തിളയ്ക്കുന്ന ഒരു ഇതിലാവരുത്, തീ കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പോൾ ആകെ നമ്മുടെ കറി നാശമായി പോവും. ഓക്കെ, നമ്മുടെ കറി റെഡിയാണ് ഏകദേശം. ഇപ്പം തന്നെ വരുന്ന ഒരു സ്മെല്ല് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ കൂടിയിട്ടുള്ളൊരു ഗംഭീര മണമാണ്. അപ്പോൾ ഇനി അവസാനത്തെ ഒരു ഇതെന്ന് പറയുന്നത്, മിനുക്ക് പണി എന്ന് പറയുന്നത് ഉള്ളി വറുത്തിടുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ സവോളയാണ് എടുക്കുന്നത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ, അത് തന്നെയാണ് നല്ലത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു ഭംഗിക്ക് ഒരു കളറിനൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല. കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ കടുകും ഇതൊന്നും പൊട്ടിക്കണില്ല. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, and the test and 2 and 10 and the cone and the back. Okay. അതെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ കറി എങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലെ ഏറ്റവും നല്ല സ്വാദുകളിൽ ഒന്നായതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് ശാന്തിനി, സ്കൂൾ ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ അടുത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത്. അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ശാന്തിനിയുടെ വീട്ടിൽ വെച്ചിട്ട്. അന്ന് മുതൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണിത്, ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ എപ്പം ഞാൻ അവിടെ ശാന്തിനിയുടെ വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ചെല്ലുന്ന സമയത്തും ശാന്തിനിയുടെ അമ്മ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതരാറുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അവർ രണ്ടുപേരെയും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. താങ്ക് യു.